അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഈ സമകാലിക കാലഘട്ടത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇറാൻ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇറാനിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാനെ കുറിച്ച് നമുക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇറാൻ ഇപ്പോൾ നമ്മൾ കണ്ട ഇറാൻ അല്ലായിരുന്നു മുമ്പുണ്ടായിരുന്നതെന്നും, കാരണം ഇറാനെ കുറിച്ച് ആഴത്തിലിറങ്ങി പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും തീരുകയില്ല. ഇറാൻ ഇപ്പോൾ നാം സമകാലിക കാലഘട്ടത്തിൽ ഇപ്പോൾ ഇറാൻ കയറി വരുന്നത് നാം ഈ പത്രങ്ങളിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ ആയിരുന്നു. പണ്ടെന്താകും ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ ഇറാൻ എത്രയോ മുമ്പിലായിരുന്നു. നാം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമുക്കറിയാം, പേർഷ്യ എന്നൊരു രാജ്യം അഗ്നി ആരാധകരുള്ള ഒരു രാജ്യം ഇസ്ലാം രാഷ്ട്രമായതും അതുപോലെ തന്നെ അവർ ഇപ്പോൾ നിൽക്കുന്ന ഇറാൻ എന്ന രാഷ്ട്രത്തിലേക്ക് വന്നതും ആ പേര് സ്ഥാപിച്ചതൊക്കെ ഒരു ചരിത്രമാണ്. എന്തായാലും നമുക്ക് ഇറാൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കടന്നു നോക്കാം. നമ്മൾ സംവദിക്കുന്നു സുഹൈൽ കായലം. ഇറാൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് സമയം പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് വലിയൊരു ഉപകാരമായിരുന്നു. പേർഷ്യ എന്ന സാമ്രാജ്യം ഇറാൻ എന്ന പേരിലേക്ക് വൽക്കരിക്കപ്പെട്ടത് നമുക്കറിയാം. പേർഷ്യ ഇസ്ലാമിക ഉമർ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കീഴിൽ വരികയും പിന്നെ അതിനുശേഷം ഒരുപാട് കാലം സുന്നികളായിരുന്നു അവിടെ ഭരിച്ചത്. നമുക്കറിയാം, പല പ്രമുഖ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പല മഹാന്മാരുടെയും പ്രധാനപ്പെട്ട നാട് നമ്മുടെ പേർഷ്യയാണ്. പല അറബി അവിടുത്തെ പ്രധാന ഭാഷ പേർഷ്യയാണ്. എന്നിട്ടും അവിടെ നിന്നാണ് പല സംഭാവനകളും ഇസ്ലാമിന് ലഭിച്ചത്. ഒരുപാട് സംഭാവനകൾ ഇപ്പോൾ നോക്കണേ, ഹദീസ്, മറ്റ് ഗോളശാസ്ത്രം, അങ്ങനെയുള്ള ഏത് വിഷയത്തിലും ഈ പേർഷ്യയിൽ നിന്നാണ് ഇസ്ലാമിന് കൂടുതൽ സംഭാവനകൾ ലഭിച്ചത്. അങ്ങനെ ആ പേർഷ്യ പിന്നെ ഏകദേശം 16-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ഈ സുന്നികളുടെ കീഴിലായിരുന്നു. 16-ാം നൂറ്റാണ്ടിലാണ് സഫവികൾ വരികയും അവിടെ അവർക്കൊരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവർ എന്താക്കി, അന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടോമൻ എംപയർ ആയിരുന്നു അന്ന് ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്ത കാലം. 16-ാം നൂറ്റാണ്ടിൽ 1501 സഫവികൾ അങ്ങനെ ഇറാനിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇറാനിൽ അന്നും പേർഷ്യയിൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ എന്താക്കി, ഉസ്മാനികൾ അവർക്കെതിരെ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി അവരെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ എന്താക്കി, അവിടെ ഷിയായിസം അവർ ആദ്യം കൊണ്ടുവന്നത്. കാരണം ഷിയായിസം കൊണ്ടുവരാൻ കാരണമുണ്ട്. കാരണം ഓർക്കൊരു സ്വാധീനം ലഭിക്കണമെങ്കിൽ അന്ന് ഉസ്മാനിയ തകരണം, എന്നാലും അവർക്കൊരു സ്വാധീനം കിട്ടുകയല്ലോ. അങ്ങനെ ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ ഷിയായിസം അവിടെ കൊണ്ടുവരികയും അവിടെയുള്ള മുഴുവൻ സുന്നികളെയും അവർ ആക്രമിച്ച് ഷിയാക്കളാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ക്രൂരമായിട്ടും അല്ല, ഷിയായിസം സ്വീകരിക്കുന്നത് നല്ല പ്രതിഫലം കൊടുത്തു. സ്വീകരിക്കാത്തവർക്ക് എന്താക്കി, അവർ വളരെ ക്രൂരമായിട്ടാണ് അവർ ഈ ഷിയായിസം അടിച്ചേൽപ്പിച്ചതും. അങ്ങനെയാണ് ഘട്ടം ഘട്ടമായി 1501 മുതൽ ഷിയായിസം അവിടെ അടിച്ചേൽപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് കാലം ഷിയാക്കൾ അവിടെ ഭരണം നടത്തിയെങ്കിലും 1935 ഷാ ഭരണകൂടം വന്നു. ഷാ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഏകദേശം അന്ന് ഇത് തകർന്നിരിക്കുന്നു. ഒട്ടോമൻ ഉസ്മാനിയ ഖിലാഫത്ത് തുർക്കി തകർന്നിരിക്കുന്നു. അന്ന് അവിടെ ഭരണം നടത്തിയ മുസ്തഫ കമാൽ പാഷയുടെ അതേ രീതിയിലാണ് പിന്നെ ഇവർ ഷാ ഭരണകൂടം ഇറാനിൽ ഭരണം കൊണ്ടുവരാൻ തുടങ്ങുന്നത്. അതുവരെ പേർഷ്യയായിരുന്ന ഷാ ഭരണകൂടം ആ പേർഷ്യയെ കീഴടക്കി അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ച് ഷാ ഭരണകൂടം കൊണ്ടുവന്നു. അന്നു മുതൽ അവർ പേരിട്ട പേരാണ് ഇറാൻ എന്ന പേര്. അന്നു മുതലാണ് ഇറാൻ എന്ന പേര് നിലവിൽ വന്നത്. അതിനുശേഷമാണ് ഇറാൻ്റെ ചരിത്രം അത്രയും കാലം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഉമർ റളിയല്ലാഹു മുതൽ ഏകദേശം ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നത്. പിന്നെ ഈ ഷാ ഭരണകൂടം വന്നത് മുതലാണ് പിന്നെ അവിടുത്തെ ചരിത്രം മാറുന്നത്. പിന്നെ എന്താക്കി, കമാൽ പാഷയുടെ അതേ രീതിയിൽ, ഇന്നത്തെ തുർക്കി ഭരിച്ച കമാൽ പാഷയുടെ അതേ രീതിയിലാണ് ഇറാൻ അന്ന് മുതൽ ഷാ ഭരണകൂടത്തിന് കീഴിൽ വന്നത്. അമേരിക്കൻ്റെ പൂർണ്ണ സപ്പോർട്ടോട് കൂടെയാണ് പിന്നെ അവിടെ ഷാ ഭരണകൂടം നിലവിൽ വന്നത്. ഷാ ഭരണകൂടത്തിന് കീഴിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ ആദ്യ കാലഘട്ടത്തിൽ സുന്നികളായിരുന്നു, ഇതിനുശേഷമാണ് ഷിയ ഇതിലേക്ക് മാറിയത്. ഇപ്പോഴും ഷിയാണ് നിലകൊള്ളുന്നത്. അവിടുത്തെ ആളുകൾ ഷിയാക്കൾ തന്നെയാണ്. പക്ഷെ പിന്നെ അവിടുത്തെ ഭരണം മാറി സഫകൾ പിടിച്ചെടുക്കുകയാണ്. ജനങ്ങളൊക്കെ വീണ്ടും ഷിയ 99% ഇപ്പോൾ അവിടെ ഷിയാക്കൾ തന്നെ അന്നും ഉണ്ടായിരുന്നത്. പിന്നാണ് ഷാ ഭരണകൂടം പിടിച്ചെടുക്കുന്നതും അവർ നിലകൊള്ളുന്നതും. അതിനുശേഷം പിന്നെയും ഷിയ ഭരണം ആവുന്നത്. അങ്ങനെ ഷാ ഭരണകൂടം അമേരിക്കയുടെ പൂർണ്ണ സപ്പോർട്ടോട് കൂടെ വീണ്ടും അവിടെ ഭരണം നടത്തുകയും പല രീതിയിൽ പാശ്ചാത്യവൽക്കുകയും ചെയ്തപ്പോൾ ഇപ്പോഴത്തെ ആയത്തുള്ള ഖൊമൈനി അന്ന് ഇറാനിൽ നിന്ന്
ഏത് ഷിയാ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഷിയത്തെ കുറിച്ച് പഠിച്ച് അവിടുത്തെ ഷിയാക്കളോട് നേതാവായി മാറുകയാണ്. പക്ഷെ അന്ന് അദ്ദേഹം അവിടെ അല്ല ഉള്ളത്, മറ്റു രാജ്യത്താണ്, ഫ്രാൻസിലും മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഇതിനെ നിയന്ത്രിക്കുകയാണ്. അന്ന് പല പ്രസ്ഥാനങ്ങളും അവിടെ നിന്ന് ഇറക്കുന്നുണ്ട്. നമ്മളെ ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി ഫ്രാൻസിൽ നിന്ന് പല പ്രസ്താവനകൾ ഇറക്കുകയാണ്. ഈ ഷാ ഭരണകൂടത്തിനെതിരായിട്ട് പല പ്രസംഗങ്ങളും ഇറക്കിയിട്ടുണ്ട്. പല പ്രസംഗങ്ങളും പിന്നെ ഷിയ ഭരണകൂടം അവിടെ നിലവിൽ വരേണ്ടതിന്റെ പ്രാധാന്യവും. അപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ ഈ ഷാ ഭരണകൂടത്തിനെതിരായ അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ഇത് മനസ്സിലായപ്പോൾ അവിടുത്തെ ചില ഷിയ വിശ്വാസികളായ ആളുകൾ ഉണ്ടാവുമല്ലോ, ഓരെന്തൊക്കെയാ ഏറ്റെടുത്ത് അവിടുത്തെ ഈ ഖൊമൈനിന്റെ ആശയങ്ങളും എല്ലാം ഏറ്റെടുത്ത് അവർ ഖൊമൈനിക്ക് വേണ്ടി പല സമരങ്ങളും തെരുവുകളിൽ ഇറങ്ങുകയാണ്. തെരുവുകളിലൊക്കെ ഇറങ്ങി ഇന്നത്തെ തെഹ്റാനിൽ പല വിപ്ലവങ്ങളും നടന്നിട്ടുണ്ട്. ടെഹ്റാനിൽ പല വിപ്ലവം നടന്നപ്പോൾ ഈ ആരുടെ കീഴിൽ ഈ പഹ്ലവി എന്താക്കി അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി തന്നെ അതിനെതിരെ അവിടെ സമരം നടത്തിയവർക്കെതിരെ പല ക്രൂരതകളാണ് ചെയ്ത്. ഖൊമൈനിയെ ശക്തമായി അവിടുത്തെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ വൈറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അവിടെ ഒരു വിപ്ലവം നടക്കുകയാണ്. വീണ്ടും ഖൊമൈനി അവർ ജയിലിലാക്കുന്നു. പിന്നെ ഖൊമൈനി വീണ്ടും ജയിലിൽ നിന്ന് അവിടുത്തെ സമരക്കാരന് വിമോചനം നടത്തുന്നു. വീണ്ടും അങ്ങനെ സമരം കൂടിയപ്പോൾ ആണ് അവിടുത്തെ പഹ്ലവി ഭരണകൂടം തകർന്നത്. വീണ്ടും ഷിയായിസം കൂടുകയാണ് ചെയ്തത്. നമുക്കിപ്പം ഏതാനും ഒരു അറിവുകൾ ഇറാനെ കുറിച്ച് നമുക്ക് ഷിയ അഥവാ അതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഇറാൻ എന്നുള്ളത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗം നിൽക്കാൻ കാരണം അത്രയും സുരക്ഷാ കവചമുള്ളൊരു രാജ്യമായിരുന്നു ഇസ്രായേൽ എന്നുള്ളത്. അതിനെ തകർക്കുകയും ആ ഒരു കാരണം ഫലസ്തീനെ അത്രയും അടിച്ചമർത്തിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത്. ആ ഇസ്രായേലിനെതിരെ ഒന്ന് ശബ്ദം ഉയർത്താനും ഒരു രാജ്യവും തയ്യാറാകാത്ത സമയത്താണ് ശക്തമായ ഒരു നിലപാടാണ് ഇറാൻ എടുത്തത്. അന്നും ഇന്നും ഒരേ നിലപാടിലാണ് ഇറാന് നിലകൊള്ളുന്നത്. ഇപ്പം അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പിട്ടുണ്ടെങ്കിലും ആ ഒപ്പ് വരെ നിലയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു, ഇറാന് കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഇറാന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന തൊയ്യബ് ഇറാന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് രണ്ടു വാക്ക്. ഇറാന്റെ ഭരണഘടന എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും വ്യത്യസ്തമായി നിൽക്കുന്നൊരു ഭരണഘടനാ രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭരണഘടന നിൽക്കുന്നത്. പറഞ്ഞാൽ അവിടെ പ്രസിഡന്റ് ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്, ഇങ്ങനെ ഭരണഘടനാപരമായ എല്ലാ സ്ഥാനമാനങ്ങളുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ഒരാൾക്കാണ് അവിടുത്തെ സുപ്രീം ലീഡർ എന്ന് പറയുന്ന ഒരു മത നേതാവ് എന്ന് പറയാം. എന്നുവെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ലീഡർ സ്ഥാനം നിലകൊള്ളുന്ന അലി ഖൊമേനി എന്ന ആളാണ്. അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിന് പിന്നെ അവിടെ ഏറ്റവും വലിയ പട്ടാളക്കാരത്തെ ഏറ്റവും പ്രത്യേക സ്ഥാനം നിൽക്കുന്ന എല്ലാവരുടെയും നിയമിക്കുന്ന ഈ സുപ്രീം ലീഡറാണ്. ഈ സുപ്രീം ലീഡർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി അവിടുത്തെ ഏതൊരാൾക്കും അധികാരങ്ങളും അവിടുത്തെ ഭരണഘടനത്തിൽ നിയമം മാറ്റുക, പിന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയുള്ള പല എന്തെടുത്ത് നോക്കിയാലും ഈ സുപ്രീം ലീഡർ കഴിഞ്ഞിട്ടുള്ള അവിടെ ബാക്കി. അവിടെ പേരിന് തെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ ഇങ്ങനെ രണ്ട് പാർട്ടി തമ്മിൽ സംഘർഷങ്ങളോ ഒന്നുമില്ല. അവിടെ ഒരു പാർട്ടി ജയിക്കണം എന്ന് കരുതിയാൽ മറ്റേ പാർട്ടിക്ക് അവിടെ ഒരു ചെറിയ സ്ഥാനമാനങ്ങൾ പോലും കൊടുക്കാതെ ഒറ്റ പാർട്ടിനെ മാത്രം ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ മതമാണ് ഭരിക്കുന്നത്, ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ ഭരണകൂടങ്ങളല്ല. അവിടെ ആരാണോ മതത്തിന്റെ നേതാവ് അവരാണ് ഭരിക്കുന്നത്. അപ്പൊ ഈ നേതാക്കൾ ഇപ്പൊ എങ്ങനെയാ മാറല്? മത നേതാക്കൾ അവിടെ നേതാക്കൾ മാറുക പറഞ്ഞാല് 8 വർഷം കൂടുമ്പോൾ ഈ നേതാക്കൾ മാറ്റുന്നൊരു തെരഞ്ഞെടുപ്പ് വരും. ജനങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ്. പിന്നെ അടുത്തപ്പോ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തു. രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോ ഈ പിന്നെ നോക്കേണ്ടത് നമ്മൾ ജനങ്ങളാണ്. ഈ രാഷ്ട്രീയ ഭാഗം നോക്കുമ്പോൾ ഈ യുവാക്കളാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കാന്ന് പറയണം. കാരണം അവിടുത്തെ ഇപ്പൊ ഹിജാബിന്റെ നിയമം കുറച്ചു കാലം മുമ്പ് മറ്റേ അവിടെ ഒരു സ്ത്രീ മെഹ്സ അമീനി പറഞ്ഞ സ്ത്രീയുടെ ഹിജാബിന്റെ പ്രശ്നം വന്നത്.
അവരുടെ പ്രശ്നം വന്നപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മരിച്ചപ്പോൾ ലോക ചർച്ചയായിട്ട് വന്നൊരു പ്രധാന പ്രശ്നമാണ് ആ പ്രശ്നത്തിലാണ് ഇറാന് ആകെ തകർന്നടിഞ്ഞമാര് കടന്നിരുന്നത്. അത് കാരണം ഇപ്പോ ഇറാനിലെ യുവാക്കളൊക്കെ ഈ രാഷ്ട്രീയത്തിനും ഈ മതനേതാക്കൾക്ക് എതിരാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓൽക്കാണെങ്കിൽ പുതിയ നിയമങ്ങളുമാണ് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും ഇപ്പത്തെ യുവാക്കളെ സ്ട്രിക്റ്റ് ആണല്ലോ അല്ലേ? ഇസ്ലാമിക രാഷ്ട്രമാകുമ്പോ പൊതുവെ ഒരു അതിന്റേതായ ഒരു ഇതുണ്ടാവും. ഷിയാക്കളാകുമ്പോ ഒന്നുകൂടി ഒരു സ്ട്രിക്റ്റ് കൂടുതലാണ്. ഷിയാക്കൾ എന്ന് പറയുമ്പോ ഷിയാക്കൾ എന്ന് പറയുമ്പോ ഓലുണ്ടല്ലോ ഓല ഈ സ്കൂള്, യൂണിവേഴ്സിറ്റി, എവിടെ ഈ പഠനത്തിനായിട്ട് ഒത്തുകൂടുന്ന ഏത് സ്ഥലങ്ങളുണ്ടെങ്കിലും അവിടെ ഓല് മതവിദ്യാഭ്യാസം പ്രത്യേകമായിട്ട് ഓൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് പഠിപ്പിച്ചില്ലെങ്കിൽ കർശന നിയമ നടപടികൾ നടത്തണ്ടേ. ഇതൊക്കെ കാരണം അവിടുത്തെ ഏതായാലും ഈ ജനറേഷനാണല്ലോ, ഏത് കുട്ടികൾക്കായാലും 1-2 ദിവസം തന്നെ മൊത്തമായിട്ട് ഒരു സാധനത്തിന് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടുപ്പ് വരും. അത് എത്ര നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പഠനത്തിന്റെ കാര്യം, വേറെ വല്ല കാര്യം എടുത്തു നോക്കിയാലും നമുക്ക് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മത നേതാക്കള് ഈ മതത്തിന്റെ കീഴിൽ ഇത്ര കഠിനമായിട്ട് അവിടുത്തെ ആൾക്കാർ ഇതാക്കുമ്പോൾ യുവാക്കൾക്ക് എന്തായാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വരുമ്പോ അവിടുത്തെ ഭരണതകർച്ച നോക്കേണ്ടി വരും. ഇതൊക്കെ കാരണം തന്നെ ഈ ആഗോള രാജ്യങ്ങൾക്കിടയിലും ഇറാന് വലിയ പ്രതിസന്ധിയാണ്, ഒറ്റപ്പെടുത്തുന്ന രൂപമാണ് വരുന്നത്. കാരണം യുവാക്കളൊക്കെ ആ രാജ്യം വിട്ടു പോവുക, പിന്നെ അവർക്ക് പഠന സൗകര്യങ്ങൾ നോക്കിയിട്ട് ഓലതായ തീരുമാനങ്ങൾ കൊണ്ടുവരാൻ നോക്കിയാൽ ഇറാൻ തകർച്ചയിലേക്ക് തന്നെ പോവുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം രണ്ടായിട്ടാണ് ഇപ്പോൾ അവിടെ കാണപ്പെടുന്നത്. ഇപ്പോൾ ഒന്നാമത് പറയുന്നത് ഏകാധിപത്യം കർശനമായി നടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പൊ നമുക്ക് ഇറാനിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏകാധിപത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ജനതയാണ് നമുക്ക് എന്താകുന്നത് ഇറാനിൽ കാണാൻ കഴിയുന്ന ജനത എന്ന് പറയുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറാന്റെ രാഷ്ട്രീയം വളരെ ശക്തിയിലും അവിടുത്തെ ജനങ്ങൾ സംഘർഷത്തിലുമാണ് ഉള്ളത്. അപ്പൊ അവിടുത്തെ രാഷ്ട്രീയവും മതവും ഒരുപോലെ നിൽക്കുക, രാഷ്ട്രീയവും മതവും ചേർന്ന് ഈ ജനാധിപത്യരഹിതം എത്ര ദൂരം പോകുമെന്നുള്ളത് ഭാവിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇൻഷാ അല്ലാഹ് ഇത് ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും തുടരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.